എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടിയരാ. നവകേരള സദസ്സിൽ വരുന്ന ആളുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നാളിതുവരെ ഈ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിൽ വിശ്വസിച്ച് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്ന് പരാതി കൊടുത്തിട്ട് നാളിതുവരെ പരിഹാരം കിട്ടാതെ ഇനി ഈ നവകേരള സദസ്സിലെങ്ങാനും അത്ഭുതം നടന്നാലോ എന്ന് വിചാരിച്ച് വീണ്ടും പരാതിയുമായിട്ട് വരുന്ന ആളുകൾ. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. രണ്ടാമത്, CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരും ഇവരുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്ന കുടുംബശ്രീ തൊഴിലാളികളോ അല്ലെങ്കിൽ കുടുംബശ്രീ വരുന്ന വനിതകളോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോ ഒക്കെ വരുന്ന ആളുകൾ. ഈ വരുന്ന ആളുകളുടെ എണ്ണത്തെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. CPM പോലെ എല്ലാ സ്ഥലത്തും നല്ല സ്വാധീനമുള്ള, കേരളത്തിൽ എമ്പാടും സ്വാധീനമുള്ള ഒരു കേഡർ പാർട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, ഒരു പാർട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. ഇത് സർക്കാർ പരിപാടിയാണെന്ന് ഞാൻ പറയാത്തതിന് കാരണമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ എനിക്ക് ആശങ്കയില്ല. ഇനി പാർട്ടി പരിപാടി എന്ന് ഞാൻ പറയാൻ കാരണം, PK ശ്രീമതിയും EP ജയരാജനും എങ്ങനെയാണ് ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം പറയാതെ അനിൽകുമാർ നേരെ മറിയക്കുട്ടിയുടെ സമരത്തെ കുറിച്ച് പറയാനാണ് താല്പര്യം കൂടുതൽ കാണിച്ചത്. ഇനി രണ്ടാമത്തത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാത്തത്, ഞങ്ങളുടെ ഭാഗം പറയാൻ ആ വേദി ഉപയോഗിച്ചുകൂടെ എന്ന് അനിൽകുമാർ ചോദിച്ചു. ഞങ്ങൾ പങ്കെടുക്കാത്തത്, കേരളത്തിന്റെ പൊതു ഖജനാവ് ഇത്രത്തോളം കൊള്ളയടിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി നടത്തുന്നതിന്റെ വേദിയിൽ പോയി നിന്ന് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ നാണമുണ്ട്. വൃത്തികെട്ട ഏർപ്പാട്, മാനക്കുറവുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ ചെലവിൽ ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ച് ചെയ്തോളാം. ആ മണ്ഡലങ്ങളിലെ MLA-മാർക്ക് മാനസിക സംഘർഷമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മണ്ഡലങ്ങളിലെ MLA-മാരുടെ മാനസിക സമ്മർദ്ദം മുഖ്യമന്ത്രി കാണണ്ട. മുഖ്യമന്ത്രിയുടെ സ്വന്തം പാർട്ടിയുടെ പാർട്ടി പത്രത്തിൽ അച്ചടിച്ച് വന്ന മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും ഒക്കെ മാനസിക സമ്മർദ്ദം ഈ നാളിതുവരെ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഇവിടെ അനിൽകുമാർ പറഞ്ഞ മറ്റൊരു വാക്ക്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഒളിച്ച് രക്ഷപ്പെടുകയായിരുന്നു ജനങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കാൻ, അതുകൊണ്ടാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കാതിരുന്നത്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇവിടെ ആളുകളെ അഭിമുഖീകരിക്കാൻ പേടിച്ചുകൊണ്ട് ഒളിച്ചു കിടക്കുന്നത് 40 വണ്ടിയുടെയും 1000 പോലീസിന്റെ അകമ്പടിയിൽ ഒളിച്ച് യാത്ര ചെയ്തതും 80 ലക്ഷം മാസം വാടക കൊടുത്ത് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ കഥകൾ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ താങ്കൾ പറഞ്ഞത് താലൂക്ക് തല, ജില്ലാതല അദാലത്തുകൾ നടത്തി അതിൽ പരിഹരിച്ച പരാതികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്ന. ഇന്നലെ നടന്ന യോഗത്തിൽ എത്ര പരാതികൾ പരിഹരിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചു, മറ്റു മന്ത്രിമാർ പ്രസംഗിച്ചു. അനിൽകുമാറിന്റെ കണക്കുണ്ടെങ്കിൽ പറയാം. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അത് താങ്കൾ പറഞ്ഞില്ല. ഇനി 87 വയസ്സുള്ള എന്റെ അമ്മയുടെ പ്രായം വരുന്ന ഒരു മറിയക്കുട്ടി എന്ന് പറയുന്ന ആളെ സ്ത്രീ സൗന്ദര്യം എന്നൊക്കെ സാധനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എടുക്കുന്ന പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ. അനിൽകുമാറെ, താങ്കൾ പറയുന്ന വാക്കുകൾ, താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും താങ്കൾ അഡ്രസ് ചെയ്യുന്ന, എൻഡോഴ്സ് ചെയ്യുന്ന സർക്കാരിനും നാണക്കേടാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കരുത്. നമ്മൾ വാദത്തിൽ തോറ്റാലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കുറെ കൂടി മാന്യമായിരിക്കണം. 87 വയസ്സുള്ള ആ അമ്മ പറഞ്ഞ വാക്കിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞ അനിൽകുമാർ, താങ്കൾ ഈ ചർച്ചയിൽ ഉപയോഗിച്ച വാക്കിനെ കുറിച്ച് താങ്കൾക്ക് ലെവൽ ലേശം നാണവും മാനവും തോന്നിയില്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. താങ്കൾ ഒരു കാര്യം പറഞ്ഞു, 1600 രൂപ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, എന്നിട്ടും നരേന്ദ്രമോദി കൊടുക്കാത്തതിനെ കുറിച്ച് ചോദിക്കുന്നില്ല എന്ന്. 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ നേട്ടമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിൽ നരേന്ദ്രമോദിയുടെ 500 ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ മറിയക്കുട്ടിയായാലും അന്നക്കുട്ടിയായാലും പിച്ചച്ചട്ടിയായിട്ടും റോട്ടിൽ സമരം ചെയ്യാൻ വരുന്നവർക്ക് നരേന്ദ്രമോദിയുടെ 500-നെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. അവരുടെ മുമ്പിൽ പിണറായി സർക്കാരിന്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന 1600 രൂപ 5 മാസമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി തന്നെയാണ്. പറഞ്ഞത് കേട്ടോടാ.
അന്തസ് വേണോടാ അന്തസ്. ഇനി ഈ നവകേരള സദസ്സുമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും നേരിട്ട് പരാതി സ്വീകരിക്കുന്നില്ല, ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നേരിട്ടാണ് കൊടുക്കേണ്ടതെന്ന്. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും പരാതി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പാവപ്പെട്ട മനുഷ്യരെ കുടിവെള്ളം പോലും കൊടുക്കാതെ ആ ബാനറിന്റെ ചോട്ടിക്കൊണ്ട് നിർത്തുന്നത്? അതൊന്ന് പറയണ്ടേ? ഉദ്യോഗസ്ഥരുടെ അടുത്താ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ഓഫീസുകളുടെയൊക്കെ പ്രവർത്തനം നന്നായിട്ട് കാര്യക്ഷമമായിട്ട് കൊണ്ടുപോയാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച നടത്തുന്നത്? നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. എന്തിനാണ് ഇങ്ങനെ തലപ്പാവ് വെച്ചിട്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത്? എന്തിനാണ് 1,05,00,000 രൂപയുടെ ഈ ബസ്സിനകത്ത് ഈ യാത്ര നടത്തുന്നത്? ഇത് ആഡംബര ബസ്സാണെന്നൊക്കെ ഉള്ള പ്രചരണം വന്നപ്പോൾ ഇന്നിപ്പോ നിങ്ങൾ പറയുന്നു യാതൊരു സവിശേഷതകളും ഇല്ലാത്തൊരു ബസ്സാണെന്ന്. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? യാതൊരു സവിശേഷതകളും ഇല്ലാത്തൊരു ബസ്സാണെങ്കിൽ പിന്നെ എന്തിനാണ് 1,05,00,000 രൂപ ഇതിനു വേണ്ടി മുടക്കിയത്? ഉത്തരം കൂടെ. പൊതുഖജനാവ്, കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പറ്റിക്കിടക്കുന്ന കാലഘട്ടത്തില 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞ ട്രാഫിക് ജാം ഒഴിവാക്കാനെന്ന. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ MVD 5 പ്രാവശ്യം പിടിച്ചപ്പോൾ നാട്ടുകാർ 25 പ്രാവശ്യം സ്വീകരണം കൊടുത്ത ഒരു ബസ് ഉണ്ടല്ലോ, റോബിൻ ബസ്. ആ ബസ് നിങ്ങൾക്ക് വാടകയ്ക്ക് എടുത്ത് ഓടിച്ചുകൂടെ? അതാവുമ്പോൾ ഇതിന്റെ പകുതി ചെലവിൽ നിങ്ങളുടെ കാര്യം നടക്കുമല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. ആർക്കും കിട്ടാത്ത എന്ത് സേവനമാണ് നിങ്ങൾ ഈ ബസ് യാത്രയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം. നീ അറിഞ്ഞ സാധാരണ നമ്മൾ KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ എഴുതി വെക്കും പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കണമെന്ന്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കണമെന്ന് ഈ ബസ്സിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരന്റെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന കൊള്ളക്കാർ മാത്രമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.